നമസ്കാരം, ടേസ്റ്റ്ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാ ചൂടല്ലേ ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു ചിൽഡായിട്ട് ഒരു ലെമണേഡ് അടിച്ചിട്ട് വന്നാലോ. ഈസിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 3-4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 2 നാരങ്ങ തൊലിയും കുരുവും കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നതാണിത്. തൊലിയും കുരുവും ഉണ്ടെങ്കിൽ കഴിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. നാരങ്ങ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി റിച്ച് ആണ് നാരങ്ങ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിക്കും അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിത്തരും. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പിടി പുതിനയില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പുതിനയില ഇതുപോലെ തന്നെ ഡൈജഷനൊക്കെ ഒത്തിരി സഹായിക്കുന്നൊരു ഹെർബാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ ഇവിടെ ചേർക്കുന്നില്ല. ഇനി വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇടാം. ഐസ് ക്യൂബ് ഓപ്ഷനിലാണ്, ഞാനിവിടെ ഇടുന്നുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലെമണേഡ് റെഡി ആയി കഴിഞ്ഞു. നമുക്കൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടിക്കോളും അരിച്ചെടുക്കുമ്പോഴത്തേക്കും. അരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മുടെ ബോഡിയെ നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും അതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പർ ആക്കാനും ഒക്കെ കഴിയുന്ന ഒരു റിഫ്രഷിങ് ഡ്രിങ്കാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.